ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ദേ ഇന്ന് ഞാനിവിടെ നിങ്ങളെ കാണിച്ചു തരാൻ പോണത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ അത് 1 കിലോ ബീഫ് ഞാൻ അവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതൊന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് ബീഫിലേക്ക് ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് തിരുമ്മി കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്മി അതൊന്ന് മാറ്റി വെക്കണം. ഞാൻ ഇപ്പോൾ സ്പൂൺ വെച്ചാൽ ചെയ്യണത്, നിങ്ങൾ കൈ കൊണ്ട് തന്നെ ചെയ്തിട്ട് നന്നായിട്ട് കൈ വാഷ് ചെയ്തോ അല്ലെങ്കിൽ കൈ നല്ല നീട്ടിലെടുക്കും. ഇനി നമുക്ക് ആ ജാറിലേക്ക് തന്നെ സ്പൈസസ് ഇട്ട് കൊടുക്കാം. പട്ട, ഏലക്ക, കുരുമുളക്, കറയാമ്പ്, കുറച്ച് വലിയ ജീരകം, ഒരു തക്കാളി, തൈരും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് അത് മാറ്റി വെച്ചോട്ടോ, നമുക്കത് ആവശ്യമുണ്ട്. ഇനി നമുക്ക് കുക്കറിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മുടെ സവാള ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതേപോലെ മല്ലിപ്പൊടി, ഇത്രയും പൊടികൾ മതി. അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാവേ. ഇവിടെ ഞാൻ മസാലപ്പൊടി ചേർക്കുന്നില്ല, നമ്മുടെ മിക്സിയിൽ നമ്മൾ അത് അടിച്ചെടുത്തിരിക്കണോണ്ട് ഇനി ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കതൊന്ന് വഴണ്ട് വരുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളിയും കൂടി ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് എടുത്തിട്ട് ഇനി നമുക്ക് നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന ആ കൂട്ടെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായിട്ട് അതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറണ വരെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാവേ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഞാനിതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ, മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വെച്ചാൽ നല്ലതായിരിക്കും. എന്നിട്ട് കുറച്ച് ഉപ്പും മല്ലിയിലയും ആവശ്യത്തിന് ബീഫ് വേകാനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കത് വേവിക്കാൻ വെക്കാം. ഇനി നമുക്ക് റൈസ് വേവിച്ചെടുക്കാം കേട്ടോ. ഞാൻ കലത്തിലാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അത് ഒരു തിളക്കൽ വരുമ്പോൾ തന്നെ അരി വെന്ത് കിട്ടും കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. അരി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കത് അടച്ചിടാം കേട്ടോ. ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് കാഷ്നട്ടും കിസ്മിസും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, അടിപൊളിയാണ്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ. ഇനിയിപ്പോൾ സവാളയും കുറച്ച് ഓയിലും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. സവാള ബീഫ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു അടി കട്ടിയുള്ള പാത്രം എടുത്തിട്ടുണ്ട് ഞാൻ. അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബീഫ് കറി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മുടെ റൈസ് ഇട്ട് കൊടുത്ത് ദമ്മ് ചെയ്യാം കേട്ടോ. അതിലേക്ക് നമുക്ക് ഇടയിൽ കുറച്ച് മല്ലിയില, നെയ്യും പിന്നെ കുറച്ച് ആ ബീഫിൻ്റെ സ്റ്റോക്കാണ് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. ആ ഫ്രൈ ചെയ്ത് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് ഇടക്ക്. ഇതേപോലെ നമുക്ക് ഇഷ്ടാനുസരണം ലെയർ ചെയ്തെടുക്കാം റൈസിനനുസരിച്ച്. ലാസ്റ്റ് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമ്മുടെ ദം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലൊരു 10-15 മിനിറ്റ് നമുക്കൊന്ന് വെക്കാം കേട്ടോ. അങ്ങനെ ദേ ദം ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല മണമാണ് കേട്ടോ. ഇവിടെ ഒരു രക്ഷയില്ലാത്ത മണം, വെറുതെ പറയല്ല. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിക്കോ, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതേ ഞാൻ ചൂടോടുകൂടി തന്നെ കഴിക്കാൻ വേണ്ടി പോവാം കേട്ടോ. കുറച്ച് റൈസും അതേപോലെ ബീഫും കൂടി എടുത്തിട്ട് നമുക്ക് കഴിച്ച് നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അതേ ടേസ്റ്റിങ്ങിൻ്റെ സമയമാണ് ഇനിയിപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ കുറച്ച് 2 പപ്പടം ഭംഗിക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതൊക്കെ കൂട്ടി ഒന്ന് കഴിച്ച് നോക്കാം. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയാമല്ലോ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇതേപോലെ ചെയ്തിട്ടില്ലെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ബിരിയാണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വീഡിയോ ഒക്കെ ചെയ്യാനുള്ള പ്രചോദനം. അപ്പോൾ അതേ എല്ലാവരും വീഡിയോ കണ്ടൊക്കെ ലൈക്കൊക്കെ ചെയ്തിട്ട് പോകണേ. അപ്പോൾ ഓക്കെ, ബൈ.